മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസ്സർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് മൈക്രോ പ്രോസസ്സർ? നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെയും ലാപ്പിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏതാനും ചില വേർഡുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ബിറ്റ് എന്താണെന്നാണ്. ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡേറ്റ കൊടുത്താൽ കമ്പ്യൂട്ടർ ആ ഡേറ്റ അഥവാ വിവരത്തിനെ ബൈനറികൾ ആക്കി മാറ്റിയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. ബൈനറി എന്ന് പറയുമ്പോൾ ബൈനറി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ രണ്ട് എന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അതിനെ രണ്ട് സിഗ്നലുകളായാണ് തിരിച്ചറിയുന്നത്. രണ്ട് സിഗ്നലുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു 0 എന്നും അല്ലെങ്കിൽ 1 എന്നുമാണ് കമ്പ്യൂട്ടർ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൈനറി എന്ന് വിളിക്കുന്നത്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ ഈ ഒരു 0 അല്ലെങ്കിൽ ഒരു 1നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബിറ്റുകളായിട്ടാണ് കമ്പ്യൂട്ടർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ബിറ്റിനെ അല്ലെങ്കിൽ ഒരു കോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഇനി ബിറ്റുകളുടെ ഗ്രൂപ്പിനെ നമ്മൾ പല പേരുകളിൽ വിളിക്കാറുണ്ട്. 4 ബിറ്റുകൾ ചേരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് നിബിൾ എന്നാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 0 1 1. ഇതിനകത്ത് 4 ബിറ്റുകൾ ഉണ്ട്. 1 2 3 4 ഇങ്ങനെ 4 ബിറ്റുകൾ ഉണ്ട്. 4 ബിറ്റുകൾ ചേരുന്ന ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് നിബിൾ എന്നാണ്. അടുത്ത വേർഡ് ബൈറ്റ് ആണ്. 8 ബിറ്റുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈറ്റ്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1 0 1 1 0 1 1 0. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 8 ബിറ്റുകളുണ്ട്. 8 ബിറ്റുകൾ ചേരുന്ന ഈ ഗ്രൂപ്പിനെ നമുക്കൊരു ബൈറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യമെന്ന് പറയുന്നത് 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 4 ബിറ്റുകൾ ചേർന്ന. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 2 നിബിൾ ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ആകുന്നത്. അടുത്തത് ഒരു വേർഡ് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു വേർഡ് എന്ന് പറയുമ്പോൾ 16 ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു വേർഡ് ആകുന്നത്. 16 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ബൈറ്റുകൾ ചേർന്ന് ഒരു വേർഡ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അടുത്തതായി ഡബിൾ വേർഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡബിൾ വേർഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ഡബിൾ വേർഡ് ഉണ്ടാകുന്നത്. 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 16 ബിറ്റിനെ ഒരു വേർഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡബിൾ വേർഡ് എന്ന് പറയുമ്പോൾ 2 വേർഡുകൾ ചേർന്നാണ് ഒരു ഡബിൾ വേർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ PSC നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് നിബിൾ എന്താണെന്നാണ്. 4 ബിറ്റുകൾ ചേർന്നാണ് ഒരു നിബിൾ ഉണ്ടാകുന്നത്. അടുത്തതായി നമുക്ക് മൈക്രോ പ്രോസസ്സറിലേക്ക് കയറാവുന്നതാണ്. എന്താണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ നോക്കാനുള്ളത്. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് ആ കൊടുക്കുന്ന ഡേറ്റയെ അനലൈസ് ചെയ്ത് ഓപ്പറേഷൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ICയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ പ്രോഗ്രാമിനനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു ICയെ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഒരു മൈക്രോ പ്രോസസ്സറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ALU ആണ്. ALUവിൻ്റെ ഫുൾ ഫോം
അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ALU ആണ്. ALUവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ഇനി നമ്മളൊരു മൈക്രോ പ്രോസസ്സറിൻ്റെ പേര് പറയുമ്പോൾ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ, അതിൻ്റെ പേര് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം കൂടെ പറയാറുണ്ട്, അതൊരു 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്. 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ആ മൈക്രോ പ്രോസസ്സറിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 8085 എന്ന് പറയുന്നത് 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. അതേസമയം മറ്റൊരു മൈക്രോ പ്രോസസ്സറാണ് 8086. അതിൻ്റെ ALU സൈസ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. അപ്പോൾ അതിന് 16 ബിറ്റ് വലിപ്പമുള്ള ഡേറ്റ വരെ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും 16 ബിറ്റിൽ ഉള്ള ഡേറ്റയെ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേസമയം 8085-നാണെങ്കിൽ 8 ബിറ്റ് ഡേറ്റയെ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ബിറ്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൈക്രോ പ്രോസസ്സറിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസാണ്. 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ALUവിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് 8 ആണ്. 16 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് 16 ആണെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട് വരുന്ന ബസ് എന്ന് പറയുന്ന ടേം. ബസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബസ് എന്ന് പറയും. ഒരു മൈക്രോ പ്രോസസ്സറിലേക്ക് നമുക്ക് ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വയറുകൾ കണക്ട് ചെയ്തിരിക്കണം. അതുപോലെ ഒരു മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഡേറ്റ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഔട്ട്പുട്ടിൽ കുറച്ച് വയറുകൾ വേണം. ഈ വയറുകളുടെ കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബസ്. അതാണ് ബസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് ലൈൻസ്, കറണ്ട് കടത്തിവിടുന്ന വയറുകളുടെ ഒരു കൂട്ടമാണ്. ആ വയർ വഴി നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ അഡ്രസ് സെൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ മൈക്രോ പ്രോസസ്സറിന് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നലുകളും സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ബസ് വഴി സെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഡേറ്റ, മറ്റൊന്ന് അഡ്രസ്സ്, മറ്റൊന്ന് കൺട്രോൾ സിഗ്നൽസ് ആണ്. അപ്പോൾ ഡേറ്റ അയക്കുന്ന ബസ്സിനെ നമ്മൾ ഡേറ്റ ബസ് എന്നും അഡ്രസ് അയക്കുന്ന ബസ്സിനെ നമ്മൾ അഡ്രസ് ബസ് എന്നും കൺട്രോൾ സിഗ്നൽസ് അയക്കുന്ന ബസ്സിനെ കൺട്രോൾ ബസ് എന്നുമാണ് വിളിക്കുന്നത്. ഡേറ്റ അയക്കുന്ന ബസ് ഡേറ്റ ബസ്, അഡ്രസ് അയക്കുന്ന ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് അഥവാ ബസ് അഡ്രസ് ബസ്, അതുപോലെ കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്ന ബസ് കൺട്രോൾ ബസ്സാണ്. ഒരു മൈക്രോ പ്രോസസ്സറിൽ മെയിനായിട്ട് 3 ബസ്സുകളാണുള്ളത്. ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ് എന്നിവയാണ്. അടുത്തതായി എന്താണ് ക്ലോക്ക് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നതിന് ഒരു ക്ലോക്ക് വളരെ അത്യാവശ്യമാണ്. ക്ലോക്കിനനുസരിച്ചിട്ടായിരിക്കും മൈക്രോ പ്രോസസ്സറിനകത്തുള്ള ഓരോ ഓപ്പറേഷൻസും നടക്കുന്നത്. ക്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കാറുണ്ട്. സമയമറിയാനാണ്. ആ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ അഥവാ മൈക്രോ പ്രോസസ്സർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാൻ, എടുക്കാനും അതുപോലെ അത് എക്സിക്യൂട്ട് ചെയ്യാനും എല്ലാം ഒരു ക്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. ക്ലോക്കിനോട് അനുബന്ധിച്ചാണ്
മൈക്രോ പ്രോസസ്സറിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ സ്പീഡ് പറയുന്നതും ക്ലോക്കിനനുസരിച്ചിട്ടാണ്. ക്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിജിറ്റൽ സിഗ്നലാണ്. ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഡിജിറ്റൽ സിഗ്നലാണ്. ഈ ക്ലോക്കിൻ്റെ ഏത് അവസ്ഥയിലാണ് മൈക്രോ പ്രോസസ്സറിന് ചേഞ്ച് വരേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓരോ കമ്പനികൾ ഇറക്കുമ്പോൾ അവരതിനനുസരിച്ച് തീരുമാനിച്ച് പറയും. ഈ ക്ലോക്കിൻ്റെ 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിലാണോ മൈക്രോ പ്രോസസ്സർ അതിൻ്റെ ഡേറ്റാസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ടാണ്. റൈസിങ് എഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് റൈസിങ് എഡ്ജ്. ക്ലോക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരുന്നതാണ് റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡ്ജ് എന്ന് പറയുന്നത് ലെവൽ എഡ്ജാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ടൈമാണ് ലെവൽ എഡ്ജ് എന്ന് പറയുന്നത്. മൂന്നാമത് ഫാളിംഗ് എഡ്ജാണ്. ഫാളിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ആ മൈക്രോ പ്രോസസ്സറിൻ്റെ കോഡ് ഫെച്ചിങ്ങോ മെമ്മറി എക്സിക്യൂഷനോ എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത്. ഒന്നുകിൽ റൈസിങ് എഡ്ജിലായിരിക്കും, അല്ലെങ്കിൽ ലെവൽ എഡ്ജിലായിരിക്കും, അല്ലെങ്കിൽ ഫാളിംഗ് എഡ്ജിലായിരിക്കും മൈക്രോ പ്രോസസ്സറിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാവുക. നെക്സ്റ്റ്, മൈക്രോ പ്രോസസ്സറിൻ്റെ ജനറേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കേണ്ട മൈക്രോ പ്രോസസ്സർ 8085 ആണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഫോം ചെയ്ത മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റൽ തന്നെയാണ് മൈക്രോ പ്രോസസ്സർ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫോം ചെയ്ത മൈക്രോ പ്രോസസ്സർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4004 ആണ്. അപ്പോൾ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചാൽ 4004 ആണ്. ഇതൊരു 4-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. 4-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4-ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ALUവിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 4-ബിറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഇൻറ്റൽ പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ നമ്പർ 4004 ആണ്. അതിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 4-ബിറ്റ് ആണ്. അതുപോലെ തന്നെ അതിന് പ്രോഗ്രാം എഴുതാനായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 45 ഇൻസ്ട്രക്ഷൻസ് ആണ് ആ കമ്പ്യൂട്ടറിന്, ആ മൈക്രോ പ്രോസസ്സറിന് പ്രോഗ്രാം എഴുതാനായി നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇനി ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ 1971നും 1973ക്കും ഇടയിലാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അത് മൈക്രോ പ്രോസസ്സറുകളെല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നത് PMOS ടെക്നോളജി ഉപയോഗിച്ചാണ്. PMOS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ P ടൈപ്പ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ്. അതിനകത്ത് നമ്മൾ P ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ MOS ടെക്നോളജിയാണ്. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജിയാണ്. ഏതാനും ചില ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറുകളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റൽ ജനറേറ്റ് ചെയ്ത 4004 എന്ന മൈക്രോ പ്രോസസ്സറാണ്. അതിനുശേഷം ഇൻറ്റൽ തന്നെ 4040 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രോസസ്സർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെയർ ചൈൽഡ് എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിട്ടുണ്ട്. നാഷണൽ, റോക്ക്വെൽ, മൈക്രോ സിസ്റ്റംസ്, ഇതെല്ലാം ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ ഇറക്കിയ കമ്പനികളാണ്. ഇതെല്ലാം തന്നെ 4-ബിറ്റ് മൈക്രോ പ്രോസസ്സറുകളാണ്. 8-ബിറ്റ് മൈക്രോ പ്രോസസ്സറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇൻറ്റലിൻ്റെ തന്നെ 8008, നാഷണലിൻ്റെ IMP8, റോക്ക്വെല്ലിൻ്റെ PPS8, AMI 7200, ഇതെല്ലാം തന്നെ 8-ബിറ്റ് പ്രോസസ്സേഴ്സ് ആയിരുന്നു.
ഫസ്റ്റ് ജനറേഷനിൽ തന്നെ 16 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടായിരുന്നു. അത് മോസ്റ്റെക്കിൻ്റെ 5065, നാഷണലിൻ്റെ IMP16, നാഷണലിൻ്റെ തന്നെ പേസ് എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു. പക്ഷേ അത് 16 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ 1973ക്ക് ശേഷമുള്ള മൈക്രോ പ്രോസസ്സറുകളാണ്. അത് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരുന്നത് NMOS ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ പ്രൊഡ്യൂസ് ചെയ്തത് PMOS ടെക്നോളജി ഉപയോഗിച്ചായിരുന്നു എങ്കിൽ സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത് NMOS ടെക്നോളജി ആയിരുന്നു. നമ്മളവിടെ ഉപയോഗിച്ചത് N ടൈപ്പ് മെറ്റീരിയലാണ്. മോസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻ്റലിൻ്റെ തന്നെ 8080 ഉണ്ട്. നമുക്ക് ഇനി നോക്കാനുള്ള ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യേണ്ട ഇൻ്റലിൻ്റെ 8085 ഉണ്ട്. ഫെയർ ചൈൽഡ്, അതുപോലെ മോട്ടറോള ആദ്യമായി മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷനിലാണ്. അതുപോലെ നാഷണലിൻ്റെതുണ്ട്, RCA, മോസ്റ്റെക്, സിഗ്നറ്റിക്സ്, സൈലോഗ്. ഇതെല്ലാം തന്നെ സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത കമ്പനികളാണ്. സെക്കൻഡ് ജനറേഷൻ എല്ലാം തന്നെ 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറുകളാണ്. അതുപോലെ 12 ബിറ്റ് മൈക്രോ പ്രോസസ്സറിൻ്റെ എക്സാമ്പിൾസ് തോഷിബ ഉണ്ട്. അതുപോലെ 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറുകളിൽ ജനറൽ ഇൻസ്ട്രുമെൻറ്റ് CP, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 16 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലാർജ് ചിപ്പ് സൈസ് ആണ്, ചിപ്പിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇവയെല്ലാം തന്നെ 40 പിൻ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അതുപോലെ ഡീകോഡിംഗ് ടൈമിംഗ് സിഗ്നൽസും ഉണ്ട്. ടൈമിംഗ് സിഗ്നൽസിനെ കുറിച്ച് നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളതാണ്, ഡെപ്തിൽ സ്റ്റഡി ചെയ്യാനുള്ളതാണ്. അതുപോലെ മെമ്മറി അഡ്രസ് സ്പേസസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറിനകത്ത് വളരെ കൂടുതലാണ്. ഫാസ്റ്റർ ഓപ്പറേഷൻ ആണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് തന്നെ മോർ പവർഫുള്ളാണ്. നമ്മൾ കണ്ടു ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറിനകത്ത് 45 ഇൻസ്ട്രക്ഷൻസേ ഉള്ളായിരുന്നു. എന്നാൽ സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇനി ഒരു സ്ലൈഡിനകത്ത് നോക്കണം. അതിനകത്ത് നമുക്ക് കാണും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ് റൂട്ടീൻ നെസ്റ്റിംഗ് ഇതിനകത്ത് പോസിബിൾ ആയിരുന്നു. സബ് റൂട്ടീൻ നെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും, സബ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചെറിയ പ്രോഗ്രാമിനെ വിളിക്കുന്നതാണ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ് റൂട്ടീനെ തന്നെ വീണ്ടും വീണ്ടും വിളിക്കാനുള്ള മെക്കാനിസം, അതാണ് സബ് റൂട്ടീൻ നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് റൂട്ടീൻ നെസ്റ്റിംഗ് പോസിബിൾ ആയിട്ട് വന്നത് നമുക്ക് സെക്കൻഡ് ജനറേഷനിലാണ്. അതുപോലെ ഇൻട്രപ്റ്റ് ഹാൻഡിലിംഗ് മെക്കാനിസം വളരെ ബെറ്റർ ആയിരുന്നു. ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യുക, അതാണ് ഇൻട്രപ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുകയാണ്, അതൊരു പ്രോസസ്സാണ്. നമ്മളെ ഒരാളൊരു പിഞ്ച് തരുന്നു, അത് ആ പ്രോസസ്സിനുള്ള ഒരു ഇൻട്രപ്റ്റാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. അപ്പോൾ നമ്മുടെ ആ ഉറക്കമെന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായി. എന്നിട്ട് നമുക്ക് ആ ഇൻട്രപ്റ്റിനോട് ഒന്നെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ പ്രോസസ്സ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഒരു ഇൻട്രപ്റ്റ് മെക്കാനിസത്തിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനകത്ത് ഇത് തന്നെയാണ്. ഒരു മെയിൻ പ്രോസസ്സ് റണ്ണ് ചെയ്യുന്നു, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നിട്ട് ആ മെയിൻ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനായി പറയുന്നു. അപ്പോൾ മൈക്രോ പ്രോസസ്സർ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കും. പ്രയോറിറ്റി കൂടിയതാണെങ്കിൽ ആ ഇൻട്രപ്റ്റിനെ അപ്പോൾ തന്നെ സർവീസ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഇൻട്രപ്റ്റ്. 8085ൻ്റെ ഇൻട്രപ്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നെക്സ്റ്റ്, തേർഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറുകളാണ്. തേർഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ
1978 ആ സമയത്ത് ജനറേറ്റ് ചെയ്ത മൈക്രോ പ്രോസസ്സറുകളാണ് തേർഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത ടെക്നോളജി HMOS ടെക്നോളജിയാണ്. HMOS എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി മോസ് ടെക്നോളജിയാണ്. ഫസ്റ്റ് ജനറേഷനകത്ത് PMOSും സെക്കൻഡ് ജനറേഷനകത്ത് NMOSും തേർഡ് ജനറേഷനകത്ത് നമ്മൾ HMOS ടെക്നോളജിയുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ്റലിൻ്റെ തന്നെ 8086 നമുക്ക് പഠിക്കേണ്ട 8085നേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സറാണ് 8086 എന്ന് പറയും. അതുപോലെ ഇൻ്റലിൻ്റെ തന്നെ 80286, സൈലോഗിൻ്റെ Z8000, അതുപോലെ നാഷണലിൻ്റെ 16016, ഇൻ്റലിൻ്റെ തന്നെ മറ്റൊരു മൈക്രോ പ്രോസസ്സറായ 80186 ഹൈ ഡെൻസിറ്റി മോസ് ടെക്നോളജി നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസ്സറാണ്. മോട്ടറോള 68010, ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ 99000 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ. ഇതെല്ലാം തന്നെ തേർഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സറുകളാണ്. അടുത്ത ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സറുകൾ എന്ന് പറയുമ്പോൾ 1980 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 32 ബിറ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നത് ഫോർത്ത് ജനറേഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ 4004 എന്ന് പറയുമ്പോൾ 4 ബിറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ജനറേഷനിലോട്ട് വരുമ്പോൾ 8 ബിറ്റ് വരുന്നു, 16 ബിറ്റ് വരുന്നു. അവസാനം ഫോർത്ത് ജനറേഷനിലോട്ട് വരുമ്പോൾ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഫിഫ്ത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോഴേക്കും ഇൻ്റൽ തന്നെയാണ് മാർക്കറ്റിൽ വളരെയധികം ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഇൻ്റലിൻ്റെ തന്നെ പെൻറ്റിയം പ്രോസസ്സറുകളുടെ ഇൻട്രൊഡക്ഷൻ, അതാണ് ഫിഫ്ത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1993-ലാണ്. അപ്പോൾ ഇതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ടോട്ടൽ നമ്മൾ 5 ജനറേഷൻസ് ആണ് പറയുന്നത്. ടെക്നോളജി ബേസ് ചെയ്ത് ആദ്യത്തെ 3 ജനറേഷൻ പറയുന്നുണ്ടെങ്കിലും ഫോർത്ത് ജനറേഷനും ഫിഫ്ത്ത് ജനറേഷനും ബിറ്റ് വൈസ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അഥവാ ഫങ്ഷണൽ യൂണിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഒരു മൈക്രോ പ്രോസസ്സറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്ലോക്ക് എന്ന് പറയുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെയും കാൽക്കുലേഷൻസ് നടക്കുന്നത് ALUവിലാണ്. മൈക്രോ പ്രോസസ്സറിലേക്ക് നമുക്ക് ഡേറ്റ കൊടുക്കാനും നമുക്ക് ഡേറ്റ ഔട്ട്പുട്ട് കിട്ടാനും എല്ലാം ഡേറ്റ ബസ് യൂസ് ചെയ്യണം. നമ്മൾ ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ബസ്സുകളെ കുറിച്ച്. ഒരു മൈക്രോ പ്രോസസ്സറിൽ മെയിനായി 3 ബസ്സുകളാണുള്ളത്: കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, അതുപോലെ ഡേറ്റ ബസ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഡേറ്റ കൊടുക്കുന്നത് ഡേറ്റ ബസ് വഴിയായിരിക്കും. ഡേറ്റ ബസ് വഴി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് രജിസ്റ്റർ അറേ അഥവാ ഇൻറ്റേർണൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടും. അവിടെ നിന്നും നേരെ ALUവിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പാസ് ചെയ്യും. ALU ആ ഡേറ്റയെ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തിരികെ രജിസ്റ്റർ അറയിൽ അഥവാ ഇൻറ്റേർണൽ മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ 5ഉം 3യും ആഡ് ചെയ്യാനായി കൊടുക്കുന്നു. സോ 5ഉം 3യും ഡേറ്റ ബസ് വഴി ഫസ്റ്റ് ഇൻറ്റേർണൽ മെമ്മറിയിൽ സ്റ്റോർ ആവും. അവിടെ നിന്നും ALUവിലേക്ക് 5ഉം 3യും പാസ് ചെയ്യുകയും 5ഉം 3യും ആഡ് ചെയ്തിട്ടുള്ള ആൻസർ 8 എന്ന് പറയുന്നത് തിരികെ രജിസ്റ്റർ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലോക്കാണ് ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്ലാഗ് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലാക്ക് കളർ ഫ്ലാഗ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് നമുക്കറിയാം, അവിടെ എന്തായിരിക്കും ആ സിറ്റുവേഷൻ എന്ന്. അതുപോലെ പല കളറിലുള്ള ഫ്ലാഗ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് അവിടെ ഉള്ള കാര്യം. അതുപോലെ ഒരു
അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൽ ഒരു ഓപ്പറേഷൻ നടന്നാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, 0 ആയോ, പോസിറ്റീവാണോ, നെഗറ്റീവാണോ, ഓവർഫ്ലോ ഉണ്ടായോ എന്നുള്ള സിറ്റുവേഷൻസ് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഫ്ലാഗ്. അപ്പോൾ ഫ്ലാഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഡിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. 8085യുടെ ഫ്ലാഗ് രജിസ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് നോക്കണം. ശേഷം ഈ ALUവിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ആ കൺട്രോൾ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡേറ്റ അല്ലെങ്കിൽ കൺട്രോൾ ഓപ്പറേഷൻസ് നമ്മൾ കൊടുക്കുന്നത് കൺട്രോൾ ബസ് വഴിയാണ്. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം കൗണ്ടറാണ് മെയിനായിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ളത് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ സെൻറ്റൻസ് ഇതാണ്: ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഒരു മൈക്രോ പ്രോസസ്സർ അടുത്തതായി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. അപ്പം ALU ഫസ്റ്റ് അത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് വഴിയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറാണ് പറയുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്, അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസ് ഞാൻ ഒന്നും കൂടെ പറയാം: ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്ത് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. അതാണ് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ്. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ ഡീകോഡ് ചെയ്തെടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് യൂണിറ്റാണ്. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ALUവിൽ നടക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ സ്റ്റേറ്റ് അറിയാൻ നമ്മൾ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഹെൽപ്പ് തേടുന്നു. നെക്സ്റ്റ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ ALUവിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടെമ്പററി സ്റ്റോർ ചെയ്യാനായി രജിസ്റ്റർ അറേ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. ശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഡീകോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഡീകോഡ് യൂണിറ്റ് ഉണ്ട്. അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ളത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം കൗണ്ടറും ഉണ്ട്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുക: ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡയഗ്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ 40 പിൻ IC ആണ്. ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ പിൻ ഡയഗ്രാം നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു ചെറിയ കോഡ് വെച്ച് നമുക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് 40 പിൻ IC ആണ്. അതിൽ 40th പിന്നെന്ന് പറയുന്നത് IC വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള +5 വോൾട്ടാണ്. അപ്പോൾ IC വർക്ക് ചെയ്യുന്നതിന് ഒരു +5 വോൾട്ടും വേണം, ഗ്രൗണ്ടും വേണം. സോ 40th പിൻ +5 ആണെങ്കിൽ 20th പിന്ന് ഗ്രൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് 8085 എന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ പ്രോസസ്സറാണ്. സോ ഇറ്റ് ഈസ് ആൻ 8-bit മൈക്രോ പ്രോസസ്സർ. സോ ഇറ്റ് ക്യാൻ ഹാൻഡിൽ 8-bit ഡേറ്റ. അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അഡ്രസ്സ് 16 ബിറ്റാണ്. അപ്പോൾ ഡേറ്റയ്ക്ക് വേണ്ടി 8 ബിറ്റും അഡ്രസ്സിന് വേണ്ടി 16 ബിറ്റും അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ICയുടെ പിന്നുകൾ കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അഡ്രസ്സും ഡേറ്റയും കൂടി 8 എണ്ണം വെച്ച് മൾട്ടിപ്ലക്സ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലക്സ് ചെയ്യാൻ മീൻസ് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഗ്രൗണ്ടിന് തൊട്ട് മുകളിലുള്ള 8 പിൻസ് എന്ന് പറയുന്നത്. AD0 എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൻ്റെയും ഡേറ്റയുടെയും 0th
ലൈനാണ്. AD1 അഡ്രസ്സിൻ്റെയും ഡേറ്റയുടെയും ഫസ്റ്റ് ലൈൻ. അങ്ങനെ AD2, AD3, AD4, AD5, AD6, ലാസ്റ്റ് വൺ ഈസ് AD7. അപ്പോൾ ഇതുവഴി നമുക്ക് അഡ്രസ്സും സെൻഡ് ചെയ്യാം, അതുപോലെ ഡേറ്റയും നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അഡ്രസ്സ് 16 ബിറ്റാണ്, അതിൽ 8 ബിറ്റ് നമ്മളിവിടെ കവർ ചെയ്തു. അടുത്ത 8 ബിറ്റ് അതിന് സിമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് ബാക്കി 8 ബിറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിൻ ഡയഗ്രാം നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. 40th പിന്ന് VCC ആണ്, അതിന് നേരെ സിമെട്രിക്കലി ഓപ്പോസിറ്റ് താഴെ 20th പിന്ന് ഗ്രൗണ്ടാണ്. 8 ബിറ്റ് ഡേറ്റ, 16 ബിറ്റ് മെമ്മറി. സോ 8 ബിറ്റ് ഡേറ്റയും 16 ബിറ്റ് മെമ്മറിയുടെ ഫസ്റ്റ് 8 ബിറ്റുകളും കൂടെ ഇവിടെ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ പിൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇനിയുള്ള ബാക്കി സിഗ്നൽസ് പഠിക്കാനായിട്ട് നമുക്ക് മറ്റൊരു കോഡ് നോക്കാം. X1, X2 എന്ന് പറയുന്ന കപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കോഡിലൂടെ നമുക്കൊന്ന് നോക്കാം. X1, X2 എന്നീ 2 കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായും കപ്പിൾസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ മാരേജ് റീസെറ്റ് ഔട്ട്. മാരേജിനെ നമ്മളിവിടെ വിളിക്കുന്നത് റീസെറ്റ് എന്നാണ്. സോ റീസെറ്റ്, അവരുടെ കല്യാണം കഴിഞ്ഞു. ശേഷം 2 കുട്ടികൾ സോഡും സിഡും ഉണ്ടായി. ഈ സോഡിനെയും സിഡിനെയും ആരോ പൈസയ്ക്ക് വേണ്ടി ട്രാപ്പ് ചെയ്തു. ട്രാപ്പ് ചെയ്തതിന് ശേഷം അവർ ബാർഗെയിനിങ് ചെയ്യാണ്. 7.5 lakhs തന്നാലേ ഇവിടെ ഉള്ളൂ. ഇല്ല, വീണ്ടും ബാർഗെയിനിങ് കുറച്ചു. 6.5 ഇല്ല, വീണ്ടും കുറച്ചു 5.5. അപ്പോൾ അവരെ റിലീസ് ചെയ്തു. ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ കുറച്ച് പിന്നുകൾ പഠിക്കാം. X1, X2 എന്ന് പറയുന്ന X1, X2 എന്ന് പറയുന്ന കപ്പിൾസ് അവരുടെ റീസെറ്റ് ഔട്ട്, വിവാഹശേഷം സോഡ് സിഡ് എന്ന് പറയുന്ന 2 കുട്ടികളുണ്ടായി. അവരെ ട്രാപ്പ് ചെയ്തു. ട്രാപ്പ് ചെയ്തതിന് ശേഷം അവരെ ബാർഗെയിനിങ് ചെയ്യാണ്. ഫസ്റ്റ് 7.5 lakhs വേണം, ഇല്ല, കുറയ്ക്കുന്നു 6.5, ലാസ്റ്റ് 5.5. 5.5 കഴിഞ്ഞപ്പോൾ അവരുടെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത്രയും ആയപ്പോൾ ആ പിൻ ഡയഗ്രാംസ് നമുക്ക് അത്രയും ഓർത്തിരിക്കാവുന്നതാണ്. അടുത്ത പുതിയ 2 കപ്പിൾസ് വരെയാണ്. ഇൻട്രായും ഇൻറ്ററും ഇൻട്രായും. ഓക്കെ, അവർ 2 സെപ്പറേറ്റ് ഒരു കപ്പിളായിട്ട് ഇരിക്കുന്നുണ്ട്, ഇൻറ്ററും ഇൻട്രായും. നെക്സ്റ്റ് അടുത്തത് വരുന്നത് S0 എന്ന് പറയുന്ന ഒരാളാണ്. S0 എന്ന് പറയുന്ന ഒരാൾ ALE, ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ട് എക്സ്പ്ലനേഷനിലോട്ട് വരാം. ആദ്യമേ പിൻ ഡയഗ്രാം ഓർത്തിരിക്കാം, കാരണം ഇത്രാമത്തെ പിന്ന് എന്താണ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എത്ര ഇൻട്രപ്റ്റുകളുണ്ട് എന്നുള്ളതെല്ലാം PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഈ പിൻ ഡയഗ്രാം നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ICയുടെ 20 പിൻസ് പ്ലസ് 8 28 പ്ലസ് 1 29 പിൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ശേഷിക്കുന്നത് 11 പിൻസുകൾ മാത്രമേ ഉള്ളൂ. ആ 11 പിൻസിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് S0 എന്ന് പറയുന്ന പിന്നാണ്. ഈ S0യും ALEയും തമ്മിൽ പ്രണയത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ മെസ്സേജുകൾ അയക്കും, അതുപോലെ മെസ്സേജുകൾ തിരിച്ചയക്കും. സോ മെസ്സേജുകൾ റൈറ്റ് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാലം S0യും ALEയും തമ്മിൽ പ്രണയിച്ചു കഴിഞ്ഞു. റൈറ്റും റീഡും ചെയ്ത് മെസ്സേജുകൾ അയച്ച് പ്രണയിച്ചു കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് S0 വളർന്ന് S1 ആയി. അപ്പോഴാണ് മനസ്സിലായത് പ്രായം ഒരുപാടായെന്ന്. അപ്പോൾ ഉടനെ പറഞ്ഞു, അയ്യോ എന്നെ മാരേജ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാരേജിന് സമ്മതിച്ചു, റെഡിയാണ്. റെഡി ആയതുകൊണ്ട് മാരേജ് നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാരേജിന് നമ്മൾ മൈക്രോ പ്രോസസ്സറിനകത്ത് റീസെറ്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡിലൂടെ ഇനി ബാക്കിയുള്ളത് വെറും 3 പിൻസ് മാത്രമേ ഉള്ളൂ. ആ 3 പിന്നുകൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 40 പിൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോഡ് വളരെ ശ്രദ്ധിച്ച് ഓർത്തിരുന്നാൽ മതിയാകും.
40th പിന്ന് VCCയും 20th പിന്ന് നെഗറ്റീവുമാണ്. അഡ്രസ്സും ഡേറ്റയും മൾട്ടിപ്ലെക്സ് ചെയ്ത ഒരു സൈഡുണ്ട്, അതിന് സിമെട്രിക്കലി ഓപ്പോസിറ്റ് അഡ്രസ്സ് മാത്രമുള്ള ഒരു 8 പിന്നും ഉണ്ട്. ശേഷം ഓർത്തിരിക്കുക, X1 X2 എന്നീ 2 കപ്പിൾസ്, വിവാഹശേഷം സോഡും സിഡും 2 കുട്ടികളുണ്ടായി, അവരെ ട്രാപ്പ് ചെയ്തു, ബാർഗെയിനിങ് തുടങ്ങി. 7.5, 6.5, 5.5. ശേഷം അടുത്ത 2 കപ്പിൾസ് ഉണ്ടാകുന്നു, ഇൻറ്ററും ഇൻറ്റായും. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സൈഡിനകത്ത് S0 ALE എന്നീ 2 കപ്പിൾസ് ഉണ്ട്. മെസ്സേജുകൾ റൈറ്റ് ചെയ്ത് റീഡ് ചെയ്ത് അവർ പ്രണയിച്ചു. S0 വലുതായി S1 ആയി. അപ്പോഴാണ് മനസ്സിലായത് പ്രായം ഒരുപാടായി എന്നുള്ളത്. അപ്പോൾ അയ്യോ എന്നെ മാരി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ റെഡിയാണ്. അങ്ങനെ മാരേജ് നടന്നു. ശേഷമുള്ളത് ക്ലോക്ക് ഔട്ട്, HLDA, ഹോൾഡ് എന്നീ 3 സിഗ്നൽസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 8085ൻ്റെ പിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സിഗ്നൽസ് ആയിട്ട് ഇതിനെ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഓരോ സിഗ്നൽസ് എന്നുള്ളത്.